ക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവ്രിഡേയിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു നിർണായക അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. അധ്യായം 45. അതെ, വർഷങ്ങളുടെ വേദനയുടെയും വേർപാടിന്റെയും കഥയ്ക്ക് ഒരു ക്ലൈമാക്സ് വരുന്ന നിമിഷം ജോസഫ് സഹോദരന്മാരുടെ മുന്നിൽ സ്വയം വെളിപ്പെടുത്തുന്നു. ആ ഒരു വെളിപ്പെടുത്തൽ, അതിലെ ക്ഷമ, അനുരഞ്ജനം, പിന്നെ എല്ലാറ്റിലും ഉപരിയായി ദൈവീക പദ്ധതി, ഇതിന്റെയൊക്കെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. തീർച്ചയായും. അപ്പോ നമുക്ക് രംഗം ഒന്ന് മനസ്സിൽ കാണാൻ ശ്രമിക്കാം. ഈജിപ്തിൽ കടുത്ത ക്ഷാമമാണ്. ജോസഫിന്റെ സഹോദരങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുകയാണ്, ഭയന്നു വിറച്ച്. അവർ ആരാണെന്നോ അവരുടെ ചരിത്രം എന്താണെന്നോ അറിയാത്ത ഒരു ഈജിപ്ഷ്യൻ ഭരണാധികാരിയായാണ് അവർ ജോസഫിനെ കാണുന്നത്. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്നൊരു രഹസ്യം, ആ ഒരു ഭാരം, അത് പുറത്തുവരാൻ വെമ്പുകയാണ്. ശരിയാണ്. ജോസഫിന് അത് അടക്കി വെക്കാൻ പറ്റുന്നില്ല. തന്റെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അപ്പോ അദ്ദേഹം എന്തു ചെയ്യുന്നു? അവിടെ ഉണ്ടായിരുന്ന ഈജിപ്തുകാരെയും സേവകരെയും എല്ലാവരെയും പുറത്താക്കുകയാണ്, തന്റെ സഹോദരന്മാരുമായി തനിച്ചാകാൻ വേണ്ടി. എന്നിട്ട് ആ കൊട്ടാരം മുഴുവൻ കേൾക്കുന്ന രീതിയിൽ ഒരു പൊട്ടിക്കരച്ചിലാണ്. ആ കണ്ണുനീരിനിടയിലൂടെ അവരുടെ എല്ലാം ജീവിതം മാറ്റിമറിച്ച ആ വാക്കുകൾ വരുന്നു: ഞാൻ ജോസഫാണ്. അതോടൊപ്പം ആ ചോദ്യവും, എന്റെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ടോ? ആ വാക്കുകൾ കേട്ട് സഹോദരങ്ങൾ എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുകയാണ്. ഭയവും കുറ്റബോധവും അവരെ തളർത്തിയിട്ടുണ്ടാകും. ഒന്നോർത്തു നോക്കൂ, 20 വർഷം മുൻപ് തങ്ങൾ അടിമയായി വിറ്റുകളഞ്ഞ സഹോദരൻ, അവനാണ് ഇന്ന് ഈജിപ്തിലെ രണ്ടാമത്തെ ശക്തനായ മനുഷ്യനായി മുന്നിൽ നിൽക്കുന്നത്. ശരിക്കും കഥയുടെ കാതൽ തുടങ്ങുന്നത് ഇവിടെ മുതലാണ്. ജോസഫ് എന്തു വേണമെങ്കിലും ചെയ്യാമായിരുന്നു. അതെ, പ്രതികാരം ചെയ്യാൻ എല്ലാ അധികാരവും അവസരവും ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അവരെ കുറ്റപ്പെടുത്തുന്നില്ല, ശിക്ഷിക്കുന്നുമില്ല. പകരം എന്റെ അടുത്തേക്ക് വരുവിൻ എന്നു പറഞ്ഞ് അവരെ ചേർത്ത് നിർത്തുകയാണ്. ആ ഭയത്തിന്റെ അകലം സ്നേഹം കൊണ്ടില്ലാതാക്കുന്നു. അതിനുശേഷം ബൈബിളിലെ തന്നെ ഏറ്റവും മനോഹരമായൊരു പ്രഖ്യാപനം വരുന്നു. അദ്ദേഹം പറയുകയാണ്, എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വിഷമിക്കുകയോ കോപിക്കുകയോ വേണ്ട. അത് കേട്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. തീർച്ചയായും. എന്നിട്ട് അതിന്റെ കാരണം കൂടി പറയുന്നു. കാരണം ദൈവം ജീവൻ രക്ഷിക്കാനായി എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാണ്. അത് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുന്നുണ്ടല്ലേ, എന്നെ ഇവിടെ അയച്ചത് നിങ്ങളല്ല, ദൈവമാണ്. അതെ, ആ വാക്കുകൾ കേട്ടപ്പോൾ അവരുടെ മനസ്സിലെ ഭാരം എത്രത്തോളം കുറഞ്ഞിട്ടുണ്ടാകും. കുറ്റബോധത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കുകയാണ്. ജോസഫ് തന്റെ കഥ പറയുന്നത് ഒരു ഇരയുടെ സ്ഥാനത്ത് നിന്നല്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒട്ടുമല്ല. മറിച്ച് ദൈവീക പദ്ധതിക്ക് സാക്ഷ്യം വഹിച്ച ഒരാളായാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് കഴിഞ്ഞു അദ്ദേഹം പെട്ടെന്ന് പ്രായോഗിക കാര്യങ്ങളിലേക്ക് കടക്കുന്നു. ശരിയാണ്. ഇനിയും 5 വർഷം കൂടി ക്ഷാമമുണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. അതെ, എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു, നിരവധി ജീവനുകൾ രക്ഷിക്കാൻ ദൈവം എന്നെ മുൻപേ അയച്ചു. നിങ്ങളുടെ മാത്രമല്ല, ഒരുപാട് പേരുടെ. അതെ, അതുകൊണ്ട് എന്നെ ഇവിടെ എത്തിച്ചത് നിങ്ങളുടെ പദ്ധതിയല്ല, അത് അവിടുത്തെ പദ്ധതിയായിരുന്നു. ഈ ഒരു കാഴ്ചപ്പാട് കിട്ടാൻ എത്ര വർഷത്തെ വേദനയിലൂടെയും ഏകാന്തതയിലൂടെയും അദ്ദേഹം കടന്നുപോയിട്ടുണ്ടാകും. ശരിയാണ്. അതിനുശേഷം വളരെ സ്നേഹത്തോടെ ഒരു ക്ഷണം നൽകുകയാണ്. വേഗം പോയി പിതാവിനോട് കാര്യങ്ങൾ പറയാൻ, ജോസഫ് ജീവിച്ചിരിപ്പുണ്ടെന്നും ഈജിപ്റ്റ് ഭരിക്കുന്നുവെന്നും അറിയിക്കാൻ. കുടുംബത്തെ മുഴുവൻ, മക്കളെ, പേരക്കുട്ടികളെ, ആടുമാടുകളെ, എല്ലാ സമ്പത്തുമായി ഈജിപ്തിലേക്ക് വരാൻ പറയുന്നു. ജോസഫ് തന്റെ അനുജൻ ബെന്യാമിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഒരമ്മയുടെ മക്കൾ. അതിനുശേഷം തന്നെ ചതിച്ച ഓരോ സഹോദരനെയും ഓരോരുത്തരെയും ചുംബിച്ച് കരയുന്നു. ആ ഒരു സ്നേഹപ്രകടനം. അതിനുശേഷമാണ് അവർക്ക് സംസാരിക്കാൻ പോലും ശബ്ദം തിരികെ കിട്ടുന്നത്. ആ കൃപയുടെ പ്രവാഹത്തിന് ശേഷം. അതെ, അതുവരെ ഭയം അവരെ നിശബ്ദരാക്കിയിരുന്നു. അപ്പോ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സംഭവം നൽകുന്ന സന്ദേശം എന്താണ്? നമുക്കതിലേക്ക് കടക്കാം. എനിക്ക് തോന്നുന്നത് പ്രധാനമായും ഒരു 4 കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഓക്കെ, എന്തൊക്കെയാണവ? 1, ദൈവം നമ്മുടെ ഏറ്റവും മോശമായ തെറ്റുകളെപ്പോലും, എന്തിന് മറ്റുള്ളവർ നമ്മോട് ചെയ്യുന്ന തിന്മകളെപ്പോലും അവിടുത്തെ വലിയ ഉദ്ദേശ്യങ്ങൾക്കായി മാറ്റിയെടുക്കും. സഹോദരന്മാർ തിന്മയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ദൈവം അതിനെ നന്മയാക്കി മാറ്റി. അതെ, അതുകൊണ്ട് നമ്മുടെ ഭൂതകാലമല്ല നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്, ദൈവത്തിന്റെ പദ്ധതിയാണ്. ശരി. രണ്ടാമത്തെ പാഠം എന്താണ്? യഥാർത്ഥ അനുരഞ്ജനം എപ്പോഴും ആരംഭിക്കുന്നത് മുറിവേറ്റയാൾ കൃപ കാണിക്കുമ്പോഴാണ്. നീതി ആവശ്യപ്പെടാൻ എല്ലാ അവകാശവും ഉണ്ടായിരുന്നു ജോസഫിന്. പക്ഷെ അദ്ദേഹം കരുണ തിരഞ്ഞെടുത്തു. അതെ, ആ ഒരു തിരഞ്ഞെടുപ്പാണ് ആ കുടുംബത്തെ വീണ്ടും ഒന്നിപ്പിച്ചത്. ശരിയാണ്. ഇനി മൂന്നാമത്തെ കാര്യം, ക്ഷമയ്ക്ക് പിന്നാലെ കരുതലും വരുന്നു.
ഞാൻ ക്ഷമിച്ചു എന്ന് പറയുക മാത്രമല്ല ജോസഫ് ചെയ്തത്. ഞാൻ നിങ്ങളെ പരിപാലിക്കാമെന്നുകൂടി വാക്ക് നൽകി അത് ചെയ്തു കാണിച്ചു. അതെ, യഥാർത്ഥ വീണ്ടെടുപ്പിൽ ഈ പ്രായോഗികമായ കരുതൽ വളരെ പ്രധാനമാണ്, വെറും വാക്കുകളല്ല. വളരെ ശരിയാണ്. നാലാമത്തെ കാര്യമോ? സത്യസന്ധമായ വികാരപ്രകടനങ്ങളിലൂടെയാണ് യഥാർത്ഥ സൗഖ്യമുണ്ടാകുന്നത്. ജോസഫ് തന്റെ കണ്ണുനീർ ഒളിപ്പിച്ചു വെച്ചില്ല. അദ്ദേഹം പരസ്യമായി ഉറക്കെ കരഞ്ഞു. ആ ഒരു തുറന്ന കരച്ചിൽ, ആ ഒരു സത്യസന്ധത, അത് സഹോദരങ്ങൾക്കും ഒരു സൗഖ്യത്തിനുള്ള ഇടം നൽകി. അത് ബലഹീനതയല്ല, ബലമാണ്. ഈ പാഠങ്ങൾക്കപ്പുറം ഓരോ ക്രിസ്ത്യാനിക്കും ഈ സംഭവം മറ്റൊരാളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടല്ലേ? തീർച്ചയായും. ജോസഫിന്റെ കഥ യേശുക്രിസ്തുവിന്റെ ഒരു നിഴലാണ്, ഒരു മുന്നോടിയാണ്. അതെങ്ങനെയാണ്? ചിന്തിച്ചു നോക്കൂ. സ്വന്തം ജനത്താൽ തള്ളിക്കളയപ്പെട്ടു, വെള്ളിത്തുട്ടുകൾക്ക് വിൽക്കപ്പെട്ടു, നിരപരാധിയായി സഹിച്ചു, അവസാനം രാജാവിന്റെ വലതുഭാഗത്തേക്ക്, അധികാരത്തിലേക്ക് ഉയർത്തപ്പെട്ടു. എന്നിട്ട് തങ്ങളെ തള്ളിക്കളഞ്ഞവരെ രക്ഷിക്കാൻ ആ അധികാരം ഉപയോഗിച്ചു. സാമ്യം വളരെ വ്യക്തമാണ്. അതെ, യഥാർത്ഥ ജോസഫ് യേശുവാണ്. നമ്മൾ കുറ്റബോധത്തോടെ അവിടത്തെ മുന്നിൽ നിൽക്കുമ്പോൾ അവിടുന്ന് നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ല പറയുന്നത്. അല്ല, അവിടുന്ന് പറയുന്നത്, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്, അടുത്തേക്ക് വരൂ, ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നു എന്നാണ്. അവിടുന്ന് നമ്മുടെ പാപം കാണുന്നുണ്ട്, പക്ഷേ എന്നാൽ അതിലൂടെയെല്ലാം നെയ്യപ്പെട്ട ദൈവത്തിന്റെ വലിയ രക്ഷാകര പദ്ധതിയും അവിടുന്ന് കാണുന്നു. അടിമത്തത്തിലേക്കല്ല, മറിച്ച് പുത്രത്വത്തിലേക്കാണ് ആ ക്ഷണം. കൃത്യമായി. ഈ ചിന്തകളോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കുഴികളെ കൊട്ടാരങ്ങളാക്കി മാറ്റുന്ന ദൈവമേ, അങ്ങേക്ക് നന്ദി. ചതിയെ കരുതലായും ശവക്കുഴികളെ കൃപയുടെ പൂന്തോട്ടങ്ങളാക്കിയും മാറ്റുന്ന അങ്ങയുടെ പദ്ധതികൾക്കായി സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ വേദനകളെയോ പാപങ്ങളെയോ പാഴാക്കുന്നില്ല. ഞങ്ങളുടെ ഭൂതകാലം ഞങ്ങളെ അയോഗ്യരാക്കുന്നു എന്ന ചിന്തയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ജോസഫിന്റെ കണ്ണുനീരിലൂടെ അങ്ങ് ദൂരെയുള്ളൊരു ഭരണാധികാരിയല്ല, മറിച്ച് അരികിലുള്ളൊരു രക്ഷകനാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനായി നന്ദി. പഴയ മുറിവുകളാൽ തകർന്ന കുടുംബങ്ങളെ അങ്ങ് സൗഖ്യമാക്കണമേ. ക്ഷമിക്കാൻ മാത്രമല്ല, കരുതൽ നൽകാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ആരാണ് കുറ്റക്കാരൻ എന്ന് ചോദിക്കുന്നതിനു പകരം ദൈവം എന്താണ് പണിയുന്നതെന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. വിൽക്കപ്പെടുകയും ഗെത്സമനയിൽ കണ്ണുനീർ വാർക്കുകയും മഹത്വത്തിൽ ഉയർത്തെഴുന്നേൽക്കുകയും ഇന്ന് ഓരോ കുറ്റബോധമുള്ള ഹൃദയത്തോടും ഞാൻ ജീവിക്കുന്നു, വീട്ടിലേക്ക് മടങ്ങിവരൂ എന്ന് പറയുകയും ചെയ്യുന്ന ഞങ്ങളുടെ യഥാർത്ഥ സഹോദരനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഉൽപ്പത്തി 45 അധ്യായത്തെക്കുറിച്ചുള്ള ഈ വിചിന്തനത്തിൽ പങ്കുചേർന്ന നിങ്ങൾക്കോരോരുത്തർക്കും നന്ദി. നന്ദി. ഈ ബൈബിൾ പരമ്പര എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തയാഴ്ച കാണുന്നതുവരെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.